ബെർണോളിസ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനായ വെഞ്ചറിമീറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷനായ ഓറിഫൈസ് മീറ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓറിഫൈസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഓറിഫൈസ് മീറ്റർ. അപ്പോൾ ഇതും വെഞ്ചറിമീറ്റർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതും വെഞ്ചറിമീറ്റർ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓറിഫൈസ് മീറ്ററും ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വെഞ്ചറിമീറ്റർ നമുക്കറിയാം, ഒരു പൈപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ. ആ ഫിറ്റിംഗ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളത്തിനൊന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്കൂടെ അത് പോവും, പിന്നെ ഒരു ത്രോട്ട് പോർഷനിലേക്കൂടെ പോവും, പിന്നെ ഒരു ഡൈവേർജിങ് പോർഷനിലേക്കൂടെ പോവും. അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ അകത്തേക്ക് ഒരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റിന് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഓറിഫൈസ്. അപ്പോൾ അത് പ്ലേറ്റിൻ്റെ ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ഓറിഫൈസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. ഈ ഓപ്പണിങ് ലെറ്റ് ദ ഡയമീറ്റർ ബി D0. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ഓർ D0 ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് D. യൂഷ്വലി നമുക്ക് എടുക്കാൻ പറ്റുന്ന റേഞ്ച് 0.4 to 0.8 ടൈംസ് എടുക്കാം. പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു റേഞ്ച് എപ്പോഴും 0.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. ഇനി അപ്പോൾ ഇവിടെ ഓറിഫൈസ് ഡയമീറ്റർ നമുക്ക് ഫിക്സ് ആയി. ഇനി നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നമുക്ക് വി ഷുഡ് ഹാവ് ടു സെക്ഷൻസ്, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ഇത് എവിടെയാണ് ഈ സെക്ഷൻ 1ഉം 2ഉം എടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഈ സെക്ഷൻ 1 ഫിക്സ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അറ്റ് ദി ഇൻലെറ്റ് സൈഡ്. ഒക്കെ വെള്ളം വരുന്ന ആ സൈഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ സെക്ഷൻ 1 എടുക്കേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ പൈപ്പിൻ്റെ ഡയമീറ്റർ അതിൻ്റെ ഡബിൾ ടൈംസ് അല്ലെങ്കിൽ 1.5 ടൈംസ് 1.5 ടൈംസ് ടു 2 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈപ്പ് എത്രയാണോ അത്രയും ദൂരം ഈ പ്ലേറ്റിൽ നിന്ന് മെഷർ ചെയ്യുക. അതെവിടെയാണോ വരുന്നത് അവിടെയാണ് സെക്ഷൻ 2 എടുക്കേണ്ടത്. അതേപോലെ സെക്ഷൻ 2 ഇവിടെ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓറിഫൈസിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ പകുതി. സപ്പോസ് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ഓറിഫൈസ് ഈസ് 5, അതിൻ്റെ പകുതി പറയുമ്പോൾ എത്രയാണ് 2.5. ഇവിടുന്ന് 2.5 മെഷർ ചെയ്ത് ആ പൊസിഷനാണ് എന്ത് ചെയ്യേണ്ടത്, സെക്ഷൻ 2 ആയിട്ട് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ആദ്യം പൈപ്പിലേക്കൂടെ വന്ന് പിന്നൊന്ന് കൺവേർജ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന ഓറിഫൈസിൻ്റെ ഡയമീറ്റർ എത്രയാണ്, D0 വരെ ഇതിന് കൺവേർജ് ചെയ്യുക. പക്ഷേ നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക, D0 കഴിഞ്ഞിട്ടും വീണ്ടും അതിനെ എൻലാർജ് ചെയ്യേണ്ട പൊസിഷനിൽ അതെന്ത് ചെയ്യുന്നു, അതൊന്നും കൂടി കൺവേർജ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, എൻലാർജ് ചെയ്ത് പോകുന്നത്. അപ്പം ഒരു ജെറ്റ് വരുന്ന ഒരു ജെറ്റ് ഏറ്റവും മാക്സിമം അതിന് കൺവേർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡെപ്തിലേക്ക് അത് കൺവേർജ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകുള്ളൂ. ആ മിനിമം ഡെപ്ത് ഉള്ള പൊസിഷനാണ് ഏത്, ഈ സെക്ഷൻ 2. എൽസ് വി വിൽ കോൾ ദാറ്റ് സെക്ഷൻ 2 ആസ് വീന കോൺട്രാക്റ്റ. എന്താണ്, വീന കോൺട്രാക്റ്റ. അപ്പോൾ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഡെപ്ത്, ആ ജെറ്റിന് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം ഡെപ്തിൻ്റെ പൊസിഷനാണ്, അല്ലെങ്കിൽ മിനിമം ഡയമീറ്റർ, അതിന് ആ ജെറ്റിന് വരാൻ പറ്റുന്ന മിനിമം ഡയമീറ്റർ എത്രയാണ് ആ പൊസിഷനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ് പറയുക. അപ്പം മിനിമം ഡയമീറ്റർ ആകുമ്പോൾ തന്നെ ഇവിടെയുള്ള വെലോസിറ്റി എന്തായിരിക്കും, മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 ഈസ് അറ്റ് വീന കോൺട്രാക്റ്റ് ഓഫ് ദി ജെറ്റ്. ജെറ്റിൻ്റെ ആ കൺവേർജിങ് പോർഷൻ, ഏറ്റവും നന്നായിട്ട് ചുരുങ്ങാൻ പറ്റുന്ന ആ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീന കോൺട്രാക്റ്റ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പം ബെർണോളിസ് ഇക്വേഷൻ അറ്റ് സെക്ഷൻ 1 and 2 അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവും, ഇറ്റ് വിൽ ബി ദ സമ്മേഷൻ ഓഫ് പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ്. അപ്പം അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z2. ഇനി ഇതിന് ഈ ടേംസ് P1/ρg Z1 ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. P1/ρg + Z1 - P2/ρg + Z2 is equal to V2² / 2g - V1² / 2g. ഇതെന്താണ്, ഇതാണ് ഡിഫറൻഷ്യൽ ഹെഡ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ Z1 = Z2 ആണെങ്കിൽ ഇതെന്ത് വരും, P1/ρg - P2/ρg. അപ്പോൾ ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇത് ഇക്വേഷൻ ഫുള്ളായിട്ട് വരും, വേർട്ടിക്കൽ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഹെഡ്. സോ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് ദിസ് ഈസ് ഈക്വൽ ടു H. ഇത്രയും പൊസിഷനാണ്. ദിസ് ഈസ് ഈക്വൽ ടു H ഈസ് ഈക്വൽ ടു V2² / 2g - V1² / 2g. ഓക്കെ, ഓർ ഞാൻ ഇതെന്ത് ചെയ്യുന്നു, ഒന്ന് റീമോഡിഫൈ ചെയ്യണം. V2² / 2g ഈസ് ഈക്വൽ ടു H + V1² / 2g. ഇനി V2² മാത്രം എടുക്കുകയാണ്, 2g ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, V2² ഈസ് ഈക്വൽ ടു 2gH + V1². കാരണം ഇവിടെ 2g × V1² / 2g 2g × 2g ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ V1² മാത്രമായിട്ട് മാറും. ഓക്കെ, ഓർ ഐ ക്യാൻ സേ V2 ഈസ് ഈക്വൽ ടു √2gH + V1². Let this be equation 1. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ വാട്ട് ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ.
അതായത് നമ്മൾ പറഞ്ഞു ഒരു ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ D1 ആണ്. വെള്ളം ഇതിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ ശരിക്കും അത് D0 എന്നുള്ള ഏരിയയിലേക്ക് ചുരുങ്ങാൻ പാടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും ഒന്ന് കോൺട്രാക്ട് ചെയ്ത് A2 എന്ന സെക്ഷൻ അല്ലെങ്കിൽ D2 എന്ന ഡയമീറ്ററിലേക്ക് അത് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒറിജിനൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തിയററ്റിക്കലി ഉദ്ദേശിക്കുന്നതിനെ കാട്ടിയും ഡയമീറ്ററിലേക്ക് ചുരുങ്ങിയാണ് അത് പ്രാക്ടിക്കലി നമ്മൾ ഫീൽഡിൽ നോക്കുമ്പോൾ ആ ജെറ്റ് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ നൊട്ടേഷനാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ CC. CC is the ratio of area at vena contracta to area at orifice. ഓക്കെ, ഒറിജിനലി നമുക്ക് വെള്ളത്തിൻ്റെ ജെറ്റിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഏരിയ വേണ്ടത് എത്രയാണ്? A0 ആണ്. പക്ഷേ അത് ഓറിഫൈസിലൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു സെക്കൻഡ് പൊസിഷൻ സെക്ഷൻ 2ലേക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഏരിയ ഒന്നും കൂടി കുറഞ്ഞ് A2 ആവുന്നു. ആ ഒരു കറക്ഷൻ ഫാക്ടർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ A2 എവിടെയൊക്കെ യൂസ് ചെയ്യണം അവിടെയൊക്കെ നമുക്ക് എങ്ങനെ A2 റെപ്രസെൻറ്റ് ചെയ്യാം? A2 is equal to A0 into CC. Let this be equation 2. അപ്പോൾ നമുക്ക് V2ൻ്റെ ഒരു ഇക്വേഷനായി A2ൻ്റെ ഒരു ഇക്വേഷനായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ Q is equal to A1 V1 is equal to A2 V2 ആണ് അല്ലേ? അപ്പം ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 is equal to റീഅറേഞ്ച് ചെയ്യുക A2 V2 by A1. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ A2ന് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം Q1 is equal to V1 is equal to A2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് A0 into CC into V2 by A1. ഇനി ഈ V2ക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കും. ഈ V1 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് V2 is equal to root of 2GH plus V1 സ്ക്വയറിന് പകരം എന്ത് കൊടുക്കുന്നു? ഇക്വേഷൻ 3 കൊടുക്കുന്നു. A0 സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ കൊടുക്കുന്നു. ഓക്കെ, or I can say V2 square is equal to 2GH plus A0 by A1 whole square into CC square into V2 square. അപ്പം ഇവിടെ ഞാൻ 2GH ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ V2 ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് വരും. അപ്പോൾ റീമോഡിഫൈ ചെയ്യുമ്പം 2GH is equal to V2 സ്ക്വയർ പുറത്തേക്ക് എടുക്കുവാണ്. V2 സ്ക്വയർ is equal to 1 minus A0 by A1 whole square into CC വരും, CC square, or V2 square is equal to V2 square equal to 2GH divided by 1 minus A0 by A1 whole square into CC square വരും. അല്ലെങ്കിൽ V2 എന്താണ് വരിക? റൂട്ട് ഓഫ് 2GH ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 by A1 whole square into CC square വരും. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ 4. അപ്പോൾ ഇക്വേഷൻ 4 യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോയി? വീണ്ടും കണ്ടിന്യൂറ്റി ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ ആ ഇക്വേഷൻ 4 ഞാനിവിടെ ഒന്ന് എഴുതാൻ പോവാണ്. അതായത് V2 is equal to root of 2GH divided by root of 1 minus A0 by A1 whole square into CC square. Okay, let this be equation 4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? Q equal to A2 V2 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. അതിൽ A2ന് പകരം എന്ത് കൊടുക്കുന്നു? A0 CC എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇനി ഈ V2നും കൂടി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. സോ Q is equal to A0 into CC into root of 2GH divided by root of 1 minus A0 by A1 whole square into CC square. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഫൈൻ. പക്ഷേ നമുക്ക് ഈ CC എപ്പോഴും യൂസ് ചെയ്യാനുള്ളൊരു പരിധിയുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാനും പറ്റുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് നമുക്കൊന്ന് ഇവിടെ യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം നോക്കാം. അതായത് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യും? ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരും. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ
നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡിയും സി സിയും തമ്മിൽ റിലേഷൻഷിപ്പുള്ള ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സി ഡിയും സി സിയും തമ്മിൽ, അതായത് ഏരിയ ഓഫ് സെക്ഷൻ 1ഉം ഏരിയ ഓഫ് സെക്ഷൻ 2ഉം, ഓക്കെ, അപ്പം ഏരിയ ഓഫ് സെക്ഷൻ 1ഉം ഏരിയ ഓഫ് ഓറിഫൈസും അതേപോലെ ഏരിയ ഓഫ് സെക്ഷൻ 1ഉം ഏരിയ ഓഫ് സെക്ഷൻ 2ഉം തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്നാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ എന്തായാലും ബോദർ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻസ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സി സിക്ക് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ ഇക്വേഷനിൽ നിന്ന് സി സിക്ക് ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ലെറ്റ് ദാറ്റ് ഇക്വേഷൻ ബി 6. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 5ൽ സി സിക്ക് പകരം എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫൈനൽ ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ ക്യൂ എന്ന ഇക്വേഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അതിലേക്ക് സി സിക്ക് പകരം സി സിയുടെ ഇക്വേഷൻ ആയ സി ഡി ഇൻറ്റു റൂട്ട് ഓഫ് 1 - a0/a1² ഇൻറ്റു സി സി സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 - a0/a1² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ സിമിലർ ടേംസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ടേമും സിമിലറാണ്, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷനെ കുറിച്ച് നിങ്ങൾ അധികം ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്ത് V2 ഡിറൈവ് ചെയ്യുന്നു. അതേപോലെ വീന കോൺട്രാക്റ്റയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ട് വെച്ചിട്ട് A2 ഡിവൈഡ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നേരെ A2 V2ലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഈ V2ൻ്റെ ഇക്വേഷൻ വരുന്നത്. അതെന്ത് ചെയ്യുന്നു, നിങ്ങൾ ക്യൂവിലേക്ക് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്രയാണെന്ന് അറിയാം. ഈ ഡിനോമിനേറ്റർ നേരെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ തന്നെയായിരിക്കണം ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന, ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നോക്കിയിട്ട് ബാക്കി സി ഡി = സി സി ഇൻറ്റു ഈ ഒരു പോർഷൻ മുകളിലോട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകേണ്ടതാണെന്നുള്ള ധാരണ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അപ്പോൾ അവിടെ അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, Q ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു സി ഡി ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ വീണ്ടും റൂട്ട് ഓഫ് a1² മൈനസ് a0² ഡിവൈഡഡ് ബൈ a1². ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ a1² മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഡി ഇൻറ്റു a0 a1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1² മൈനസ് a0². അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. Q ഈക്വൽ ടു സി ഡി ഇൻറ്റു A0 A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1² മൈനസ് A0². ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്തേ, വെഞ്ചുറിമീറ്ററിൽ. വേർ വെഞ്ചുറിമീറ്റർ Q ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു A1 A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1² മൈനസ് A2². അവിടെ A2 ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, A0, ഏരിയ ഓഫ് ഓറിഫൈസ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഏരിയ ഓഫ് ഓറിഫൈസ് മാത്രമാണ്. പക്ഷെ ഇവിടെ ഉള്ള സി ഡി വാല്യൂ, ഓറിഫൈസിൻ്റെ സി ഡി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് വെഞ്ചുറിമീറ്റർ. ഓക്കെ, ഓറിഫൈസിൻ്റെ സി ഡി വാല്യൂ എന്ന് പറയുന്നത് വെഞ്ചുറിമീറ്ററിൻ്റെ സി ഡി വാല്യൂവിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, Q ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു A0 A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ A1² മൈനസ് A0². ഇവിടെ ഡെറിവേഷനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ആ പ്രോബ്ലം ന്യൂമറിക്കൽസ് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലൊന്ന് പതിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേഷൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഡെറിവേഷൻ ഒന്ന് കണ്ട് ഇത് സ്വയം ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ പ്രോബ്ലംസിലേക്കാണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായാലും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഇക്വേഷൻ ഓഫ് വെഞ്ചുറിമീറ്റർ ആൻഡ് ഇക്വേഷൻ ഓഫ് ഓറിഫൈസ്മീറ്റർ. കൺഫ്യൂഷൻ അടിക്കരുത്. വോട്ട് ഈസ് A1, വോട്ട് ഈസ് A0 എന്നുള്ളത് ഓറിഫൈസ്മീറ്ററിൽ ക്ലിയർ ആയിരിക്കണം. വോട്ട് ഈസ് A1 ആൻഡ് വോട്ട് ഈസ് A2 ഇൻ വെഞ്ചുറിമീറ്റർ അതും ക്ലിയർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെറിവേഷൻ കംപ്ലീറ്റ്ലി കാണിച്ചു തരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യാം.